എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. റോഡിലൂടെ നടന്നു പോകുന്ന വേദയുടെ അടുത്തേക്ക് ഓട്ടോയുമായി വരികയാണ് രാധ. ഓട്ടോ നിർത്തിയുടൻ തന്നെ വേദയോടായി രാധ, കയറുന്നില്ലേ? കയറണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുകയാണ് വേദ. ഞാൻ വേറെ ഓട്ടോ പിടിച്ചോളാമെന്ന് വേദ പറയുന്നുണ്ട്. ഞാൻ പിന്നെ എന്തിനാണ് ഈ യൂണിഫോം ഇട്ട് വണ്ടിയുമായി നടക്കുന്നതെന്നാണ് രാധ തിരിച്ചു ചോദിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടും ഓട്ടോയിൽ കയറാതെ നിൽക്കുന്ന വേദയോട് രാധ, നീ എന്നെ കളിയാക്കാൻ വേണ്ടിയാണോ പിന്നെ കൈ കാണിച്ച് വണ്ടി നിർത്തിയത്? ഇത് കേട്ടിടൻ തന്നെ വേദ, വണ്ടി കാണിച്ചത് കയറാൻ വേണ്ടി തന്നെയാണ്, പക്ഷേ അത് നീയാണെന്ന് അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ കയറുന്നില്ല. നീ ഒരു കാര്യം മറക്കരുത്, പണ്ട് ഈ ഓട്ടോയിൽ കയറിയിട്ടാണ് വിക്രമിൻ്റെ വീട്ടിലേക്ക് വന്നത്. അതോടുകൂടി തുടങ്ങിയതാണ് എൻ്റെ അധോഗതിയെന്ന് രാധ. അതൊക്കെ പോട്ടെ, ഇപ്പോൾ വന്ന് കയറാൻ നോക്കെന്ന് ആജ്ഞാപിക്കുന്ന സ്വരത്തിൽ രാധ പറയുമ്പോൾ, എനിക്ക് സൗകര്യമില്ലെന്നല്ലേ നിന്നോട് പറഞ്ഞതെന്നാണ് വേദയുടെ മറുപടി. വേദ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ വേണ്ടിയാണ് രാധ പിന്നാലെ തന്നെ നടക്കുന്നത്. ഈ സമയം തന്നെ മറ്റൊരു ഓട്ടോ വരുമ്പോൾ വേദ അതിൽ കയറി പോവുകയാണ്. വേദയുടെ പോക്കിൽ എന്തോ പന്തികേട് മണത്ത രാധ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ വേദയെ ഫോളോ ചെയ്യുന്നു. ഈ സമയം വിക്രം തൻ്റെ കൂട്ടുകാരായ ജോസഫും രാജേട്ടനും സജീവുമായി പുഴക്കടവിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നത് നിസ്സാര തട്ടിപ്പല്ലെന്നും ശ്രീനി സാർ പറഞ്ഞത് വെറുതെ അല്ലെന്നുമാണ് അവരുടെ സംസാരം. രാജേട്ടൻ, നമ്മൾക്ക് പോലീസിൽ പരാതിപ്പെട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ, ഇത്രയും വലിയ തട്ടിപ്പൊക്കെ നടത്തുന്നവർക്ക് അത് ഒതുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടായിരിക്കുമോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. പോലീസും കോടതിയുമൊക്കെ ഇതിലേക്ക് ഇടപെടുന്നതിന് മുമ്പായി തന്നെ ഇങ്ങനെ മരുന്നുകൾ ഉണ്ടാക്കുന്നത് പെട്ടെന്നെങ്ങും തുടങ്ങാൻ പറ്റാത്ത വിധം അതിനൊരു അന്ത്യം കാണുകയാണ് ആദ്യം വേണ്ടതെന്നാണ് വിക്രം പറയുന്നത്. അങ്ങനെ അവർ തീരുമാനിക്കുന്നു, ഇതിന്റെ ഉറവിടം, ഇതെവിടെയാണോ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് രാജേട്ടൻ ചോദിക്കുമ്പോൾ മറുപടിയായി വിക്രം, ജോസഫ് അയാളുടെ ഹോൾസെയിൽ കട കണ്ടെത്തിയിട്ടുണ്ട്. അയാളുടെ നമ്പരും പേരും എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. സത്യചന്ദ്രൻ എന്നാണ് അയാളുടെ പേര്. എല്ലാ ദിവസവും 6-7 കൂട്ടം മരുന്നുകളുമായി അയാൾ അവിടെ വരാറുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ അയാളെ പിടിക്കാമെന്ന്. അങ്ങനെ അവർ ജോസഫ് പറഞ്ഞ ആ ഹോൾസെയിൽ കടയുടെ മുൻപിൽ ചെന്ന് ഇരിക്കുന്നു. ഇപ്പോൾ മരുന്നുകൾ സപ്ലൈ ചെയ്യാനായി നേരത്തെ പറഞ്ഞ സത്യശീലൻ എന്ന മാനേജർ അങ്ങോട്ടേക്ക് വരികയാണ്. മെഡിക്കൽ സ്റ്റോറിലേക്ക് മരുന്നുകളെല്ലാം സപ്ലൈ ചെയ്ത ശേഷം ആ വണ്ടി അവിടെ നിന്ന് തിരിക്കുന്നു. അങ്ങനെ ആ വണ്ടിയെ ഫോളോ ചെയ്ത് അവർ 4 പേരും അതിൻ്റെ പിന്നാലെ തന്നെ പോകുന്നു. അങ്ങനെ അവർ അതിൻ്റെ ഉറവിടം കണ്ടുപിടിക്കുന്നു. ഈ സമയം വിക്രം ആ മാനേജറുടെ നമ്പറിലേക്ക് തൻ്റെ ഫോണിൽ നിന്ന് കോൾ ചെയ്യുന്നു. സത്യചന്ദ്രൻ സാറല്ലേ എന്നാണ് കോൾ എടുത്തിയുടൻ തന്നെ വിക്രം ചോദിക്കുന്നത്. എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, മരുന്നിന് വേണ്ടിയാണ്, മരുന്ന് സപ്ലൈ ചെയ്തു തരുമോ എന്നറിയാൻ വേണ്ടിയാണ് വിളിച്ചതെന്നാണ് വിക്രം പറയുന്നത്. അപ്പോൾ കടയിലേക്ക് വന്നാൽ മതിയെന്നും വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ തന്നുവിടാമെന്ന് പറയുമ്പോൾ, എന്തിനാണ് കടയിലേക്ക് വരുന്നതെന്നാണ് വിക്രം ചോദിക്കുന്നത്. ഗോഡൗണിലേക്കാവുമ്പോൾ കൈയോടെ സാധനങ്ങൾ കൊണ്ടുപോകാമല്ലോ. ഇത് കേട്ട ഉടൻ തന്നെ ആ മാനേജർ ഭയത്തോടെ ചുറ്റുപാടും നോക്കുന്നു. ഗോഡൗണോ? ഏത് ഗോഡൗൺ? അതെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഗോഡൗൺ തന്നെയെന്നാണ് വിക്രം പറയുന്നത്. ആ കോൾ കഴിഞ്ഞയുടൻ തന്നെ സത്യശീലൻ എന്ന ആ മാനേജർ ആകെ പരിഭ്രമത്തിലാണ്. അങ്ങനെ വിക്രം കോൾ കട്ട് ചെയ്യുന്നു. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഗോഡൗൺ മൊത്തത്തിൽ കത്തിക്കാനായി പെട്രോളുമായി അവിടെ എത്തിയിരിക്കുകയാണ് ആ 4 പേരും. ഈ സമയം ശ്രീകാര്യം ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വേദ. ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നോക്കിക്കൊണ്ട് വേദയെ ഫോളോ ചെയ്ത് പിന്നാലെ രാധയുമുണ്ട്. ഇതിനുശേഷം വീണ്ടും ഗോഡൗണിലേക്കാണ് രംഗം പോകുന്നത്. അവിടെ മാനേജറെ ഭയപ്പെടുത്തിക്കൊണ്ട് അയാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രം. ഇവിടെയുള്ള മരുന്നുകളെല്ലാം ഡേറ്റ് കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ വിലയും നന്നായി കുറയ്ക്കണമെന്നാണ് വിക്രത്തിന്റെ ആവശ്യം. താനിവിടെ വന്നിരിക്കുന്നത് മരുന്നുകൾ മേടിക്കാനല്ല, പകരം നിനക്ക് 2 തരാനാണ്. കുറേ കാലമായി ആളുകളെ പറ്റിക്കുന്നതല്ലേ, ഇനി 2 ഇരിക്കട്ടെ എന്ന് വിക്രം പറയുമ്പോൾ ആളുകളെ വിളിച്ച് വിക്രത്തിനെ അടിക്കാനായി സത്യശീലൻ ഒരുങ്ങുകയാണ്. അങ്ങനെ അവിടെ ഒരു മൽപ്പിടുത്തം തന്നെ നടക്കുന്നു. എല്ലാവരെയും വിക്രം തല്ലി ശരിയാക്കുന്നു. അങ്ങനെ ആ മാനേജർ നോക്കി നിൽക്കെ തന്നെ എല്ലാ മരുന്നുകളും വിക്രം തീ ഉപയോഗിച്ച് നശിപ്പിക്കുന്നു. മരുന്നുകളെല്ലാം പൂർണ്ണമായി നശിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം തന്നെ വിക്രമും മറ്റു 3 അവിടെ നിന്ന് സ്ഥലം വിടുന്നു. ഈ സമയം ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ വരികയാണ്. വീടിന്റെ പുറത്തുനിന്ന് നിൽക്കുന്ന വേദയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് അവർ. ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് രാധ. വേദയുമായി അകത്തേക്ക് ചെന്നിടൻ തന്നെ ശ്രീകാര്യം ശ്രീനിവാസ് അങ്ങോട്ടേക്ക് വരുന്നു. താൻ ഇത്രയും നേരം വേദയെ പുറത്തു നിർത്തി മുഷിപ്പിച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് സാരം എന്നുള്ള രീതിയിൽ വേദ മറുപടി പറയുന്നു. ഈ സമയം അവരെന്താണ് സംസാരിക്കുന്നതെന്ന് മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് രാധ. അവരങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് ചെന്നിരിക്കുന്നു. വേദയ്ക്ക് ഇരിക്കാനായി കസേര വേദയുടെ നേർക്ക് നീട്ടുകയാണ് ശ്രീകാര്യം ശ്രീനിവാസ്. താൻ പലപ്പോഴും വിക്രത്തിനോട് പറഞ്ഞിട്ടുണ്ട് വേദയെ കൂട്ടി ഇവിടം വരെ വരണമെന്ന്, പക്ഷേ അതിന് കഴിഞ്ഞിട്ടില്ലല്ലോ. അതിന് പകരമായി തന്നെ എന്തെങ്കിലും കാര്യമുണ്ടാവുമ്പോൾ വേദ വരാറുണ്ടല്ലോ. മാത്രമല്ല, ഇന്നെന്താണ് പ്രശ്നമെന്നാണ് ശ്രീനിവാസൻ ചോദിക്കുന്നത്. വിക്രമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ എന്നാണ് ശ്രീനിവാസൻ ചോദിക്കുന്നത്. അപ്പോൾ വേദ മറുപടിയായി, വിക്രമുമായി ബന്ധപ്പെട്ട് ഇനി ഒന്നും പറയാൻ ഇങ്ങോട്ടേക്ക് ഇടവരുത്തരുതെന്ന് പറയാനാണ് ഞാൻ വന്നത്. ഇത് കേട്ട ശ്രീനിവാസൻ, വേദ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് വന്ന പോലെയുണ്ടല്ലോ.
വിക്രമിന് വേണ്ടത്ര പഠിപ്പുണ്ടെന്നും ജോലി ചെയ്ത് ജീവിക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണെന്നും നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ഒരാൾ ജോലി ചെയ്തല്ലേ ജീവിക്കേണ്ടത്? അങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ എന്ന് ശ്രീനിവാസൻ ചോദിക്കുമ്പോൾ, അതിനുവേണ്ടി ആദ്യം നിങ്ങൾ അവനെ ഫ്രീ ആക്കണം. ഒന്നിനു പിറകെ ഒന്നായി ഓരോ കുഴപ്പങ്ങളിലേക്ക് വിക്രം ചെന്നെത്തുന്നത് നിങ്ങൾ കാരണമാണ്. വേദയ്ക്ക് ഇക്കാര്യം വിക്രമിനോട് നേരിട്ട് പറയാമിരുന്നില്ലേ എന്നാണ് ശ്രീനിവാസൻ ചോദിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉപകാരമില്ലെന്ന് ആദ്യം അറിയുന്നത് നിങ്ങൾക്കല്ലേ സാർ എന്നാണ് വേദയുടെ മറുപടി. മറ്റ് ആരുടെ കാര്യം വരുമ്പോഴും വിക്രമിനെ പറഞ്ഞു തിരുത്താം, ഉപദേശിക്കാം. പക്ഷേ നിങ്ങളുടെ കാര്യം വരുമ്പോൾ അത് നടക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ബന്ധം നിങ്ങൾ തന്നെ അവസാനിപ്പിക്കണം ശ്രീനി സാർ. വേദയുടെ ഈ അപ്രതീക്ഷിത സംഭാഷണം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശ്രീനിവാസന്റെ ഭാര്യ സുധ. അതേപോലെ ജനലിന്റെ പിന്നിൽ നിന്ന് മറിഞ്ഞു നിൽക്കുന്ന രാധ. സ്വന്തം ജീവൻ വെടിഞ്ഞാൽ പോലും വിക്രം ഇവിടം വിട്ട് വരുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം എന്ത് മാജിക്കാണ് സാർ നിങ്ങൾ ചെയ്തത്? ഇതൊക്കെ ഒരാളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതിന് തുല്യമല്ലേ? കാര്യങ്ങളെല്ലാം വേദ ശ്രീനിവാസനോട് ചോദിക്കുകയാണ്. ശ്രീനിവാസനോട് വീണ്ടും വേദ, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടി മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത് തെറ്റല്ലേ സാർ? എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകാര്യം ശ്രീനിവാസ്. സാർ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് വേദ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സാർ? ഇപ്പോൾ വേദയോടായി ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്. വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ വിധിച്ച എല്ലാ വിധികളും നേരുള്ളതായിരുന്നുവെന്ന് വേദയ്ക്ക് ഉറപ്പുണ്ടോ? ഇത് കേട്ടപ്പോൾ ഒന്നുകൂടെ ഉറപ്പോടെ വേദ എടുത്തു പറയുന്നുണ്ട്. സത്യത്തിനും നീതിക്കും നിരക്കാത്തതൊന്നും തന്നെ ജഡ്ജി എന്നുള്ള രീതിയിൽ തന്റെ അച്ഛൻ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇത് കേട്ടിയുടൻ തന്നെ ശ്രീനിവാസൻ, എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് നിന്റെ ഭർത്താവിനെ 7 വർഷം തടവിനെ വിധിച്ചത് നിന്റെ അച്ഛൻ തന്നെയായിരുന്നു, നീതിമാനായ മജിസ്ട്രേറ്റ് ശങ്കരനാരായണൻ. അപ്പോഴോ? പക്ഷേ അദ്ദേഹത്തെ കുറ്റം പറയാനും പറ്റില്ല. കാരണം സാഹചര്യങ്ങളെല്ലാം വിക്രമിന് എതിരായിരുന്നു. വിക്രം അന്ന് ആ കാര്യം കോടതിയിൽ ഏറ്റു പറഞ്ഞതുമാണ്. അത് പണ്ടത്തെ കാര്യമല്ലേ? എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിവില്ല എന്നാണ് വേദ പറയുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാര്യം മാത്രമാണ്. വിക്രമിനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമായി വിട്ടുതരണമെന്നുള്ള അപേക്ഷയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ ശ്രീനിവാസൻ വേദയോടായി, വിക്രം പ്രായപൂർത്തിയായ ഒരു പുരുഷനാണ്. ഒരിക്കലും ഞാൻ അവനെ പിടിച്ചു വെച്ചിട്ടില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് അവൻ മറ്റാരുടെയെങ്കിലും പണമോ മറ്റും അപഹരിച്ചു എന്ന് നീ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന് നീ കേട്ടിട്ടുണ്ടോ? വേറെന്തിന് സാധാരണക്കാരായ മനുഷ്യരാരെങ്കിലും അവനെതിരെ പരാതി പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? കാരണം ഇന്നേ വരെ ഒരു തെറ്റും അവൻ ചെയ്തിട്ടില്ല വേദ എന്ന് ശ്രീനിവാസ വേദയോടായി പറയും. മാത്രമല്ല, നിങ്ങളീ കാണുന്ന തെറ്റിന് വലിയ ഗുണഭോക്താക്കളുണ്ടെങ്കിൽ അതിനെ എങ്ങനെ തെറ്റെന്ന് വിധിക്കാനാകും? ഞാനീ പറയാനെല്ലാം കാരണം വിക്രമിന്റെ അച്ഛൻ അയാളെ കാണുന്നത് ഒരു തെമ്മാടിയും റൗഡിയും എല്ലാമായിട്ടാണ്. അതുകൊണ്ട് തന്നെ റൗഡികളിൽ നല്ലവനായ റൗഡി, ചീത്ത റൗഡി അങ്ങനൊന്നുമില്ലല്ലോ സാർ. എന്നോടാരെങ്കിലും ഭർത്താവിന് എന്താണ് ജോലിയെന്ന് ചോദിച്ചാൽ നല്ലവനായ റൗഡിയാണെന്ന് എനിക്ക് പറയാൻ കഴിയുമോ? അവരാരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ തെമ്മാടിത്തരം കാണിക്കുന്നുണ്ടെന്ന് പറയണോ വിക്രമിൻ്റെ അച്ഛൻ? ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ശ്രീകാര്യൻ ശ്രീനിവാസന്റെ ഭാര്യ സുധ. ആളുകൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ശ്രീനിയേട്ടനെ പറ്റി തന്നെ എന്തൊക്കെ പറയുന്നു, എന്നിട്ട് ഞാനതൊക്കെ കാര്യമാക്കിയോ? നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടാവും. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചേച്ചിയെന്ന് വേദ തീർത്ത് പറയുന്നു. മാത്രമല്ല, ആരായാലും സ്വന്തം കഴിവും ബുദ്ധിയും ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ജീവിക്കുന്നതാണ് എനിക്ക് ശരി. 4 പേരുടെ മുൻപിൽ അഭിമാനത്തോടെ പറയാൻ കഴിയുന്നതാവണം എൻ്റെ ഭർത്താവിൻ്റെ ജോലി. ആരും ബഹുമാനിച്ചില്ലെങ്കിലും പുച്ഛത്തോടെ നോക്കുന്നതായിരിക്കരുത് മനുഷ്യൻ്റെ ജീവിതം. ഇതെല്ലാം മറന്നു നിന്നു കേൾക്കുന്ന രാധ ഇതെല്ലാം വിക്രമിനോട് പറയണമെന്ന് തീരുമാനിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.